നമസ്കാരം. കോളേജ് ക്യാമ്പസുകളെ ഇടിമുറിയാക്കി മാറ്റുകയാണ് SFI സഖാക്കന്മാർ. വിദ്യാർത്ഥികളെ മുതൽ അധ്യാപകരെ അടക്കം തല്ലിച്ചതയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പാലിനെ തല്ലിച്ചതച്ചത് മുതൽ SFI വിദ്യാർത്ഥികളുടെ അക്രമ രാഷ്ട്രീയത്തിന് നിരവധി ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോഴിതാ ഇത്തരം നടപടികൾ ഇനിയുണ്ടാകരുതെന്ന് ആവർത്തിച്ച് അധ്യാപകർ രംഗത്തെത്തുകയാണ്. ആദ്യകാലത്തൊക്കെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കെതിരെയായിരുന്നു സമരം വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അധ്യാപകർ തങ്ങളെ ഒരു എതിരാളിയായി കാണരുതെന്നും തങ്ങൾ ഒരു അധ്യാപകനാണെന്നും തങ്ങളെ ഉപദ്രവിക്കരുത് എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് SFI സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. എന്തായാലും ഇപ്പോൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് VC. വിദ്യാർത്ഥി പീഡനവും സംഘടനവും അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാഞ്ചേഴ്സിനെ SFI പ്രവർത്തകർ മെൻസ് ഹോസ്റ്റലിന്റെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ച KSU പ്രവർത്തകർക്കെതിരെയാണ് കേസെടുക്കുകയും ചെയ്തത്. ഉപരോധത്തിനിടെ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാഞ്ചോസിന്റെ പരാതിയിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് ഇങ്ങനെ കാര്യവട്ടത്തുള്ള SFI പ്രവർത്തകരുടെ ആക്രമ പരമ്പരകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ക്യാമ്പസിലെത്തിയ KSU നേതാവിനെ ഒരു സംഘം ആളുകൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് വിവരം. ഇത് കണ്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പോലീസിൽ വിവരം അറിയിച്ചു. എന്തായാലും SFIക്കാരുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഗുണ്ടായിസത്തിനെതിരെ ഇതെല്ലാം വലിയ തെളിവായി മാറുകയാണ്. ഈ ഒരു SFI ഗുണ്ടായിസത്തിനെതിരെ ഇതിന് പ്രേരിപ്പിക്കുന്ന CPM നിർദ്ദേശങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം നാമാവശേഷമാകുന്ന കാഴ്ചയാണ് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി. ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാലിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ SFI പ്രവർത്തകരെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും പാർട്ടിയും SFI ക്രിമിനലുകളെ സംരക്ഷിച്ചു പോരുകയാണ്. പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും CPIM പാഠം പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മന്ത്രി MP രാജേഷും PM മുഹമ്മദ് റിയാസും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നവരാണ് എന്നും പറയുന്നു. ഇടതുമുന്നണിയുടെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും ഇതെന്നും സുരേന്ദ്രൻ ഈ ഒരു സാഹചര്യത്തിൽ പറയുകയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയുന്നതിനിടെയാണ് SFI പ്രവർത്തകരുടെ ഈ അക്രമ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പ്രതികരണം നടത്തിയത്.